ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ആയത്തുള്ള അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയെ തിരഞ്ഞെടുത്തത് 88 അംഗ പുരോഹിത സഭയാണ്. ഇറാനിലെ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ആരംഭിച്ച് 10ാം ദിനമാണ് പുരോഹിത സഭയുടെ റവല്യൂഷണറി ഗാർഡ്സിന്റെയും പിന്തുണയോടെയുള്ള പ്രഖ്യാപനം. പുതുയുഗത്തിന്റെ തുടക്കമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുജ്തബയുടെ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്. അതേസമയം ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാം എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേൽ അമേരിക്ക സംയുക്താക്രമണം ടെഹ്റാന്റെ നെഞ്ചു തുളച്ചതിന് 10ാം ദിവസം. ഇസ്രയേലും അമേരിക്കയും കൊലപ്പെടുത്തിയ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി മകൻ സയ്യിദ് മുജ്തബ ഖമനേയെ തെരഞ്ഞെടുത്തത് ഇറാനിലെ പൗരോഹിത്യ സഭ. 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ക്വോമിൽ ചേർന്ന യോഗം നിർണായകമായ തെരഞ്ഞെടുപ്പെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുജ്തബ ഖമനേയെ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചു. മക്കളിലേക്ക് അധികാരം കൈമാറുന്നത് ഷിയ പാരമ്പര്യത്തിൽ അസാധാരണമാണെന്നിരിക്കെ മാതാപിതാക്കളെയും ഭാര്യയെയും സഹോദരിയെയും ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ട മുജ്തബ ഖമനേയുടെ പാരമ്പര്യം രക്തസാക്ഷികളുടേതായി. ആത്മത്യാഗത്തിന് വരെ സന്നദ്ധമായിക്കൊണ്ട് കൽപ്പനകൾ അനുസരിക്കുമെന്ന് IRGC പരമോന്നത നേതാവിനോട് കൂറു പ്രഖ്യാപിച്ചു. അമേരിക്കയ്ക്ക് അസ്വീകാര്യനെന്ന് നേരത്തെ പ്രഖ്യാപിച്ച മുജ്തബയുടെ തെരഞ്ഞെടുപ്പിനോട് ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാമെന്നായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. പൊതുവേദികളിലോ പ്രാർത്ഥനാ യോഗങ്ങളിലോ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മുജ്തബ ഖമനേയി കൊല്ലപ്പെട്ട പിതാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായാണ് കണക്കാക്കപ്പെടുന്നത്. ഔദ്യോഗിക പദവികളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും 2000കളുടെ തുടക്കം മുതൽ ഇറാനിയൻ ഭരണകൂടത്തിന്റെ പല താൽപര്യങ്ങൾക്കും ചരട് വലിച്ചത് മുജ്തബ ഖമനേയാണെന്നാണ് കരുതപ്പെടുന്നത്. 2019 ആയത്തുള്ള ഖമനേയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് മുജ്തബയ്ക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. 2009 ഇറാൻ ഗ്രീൻ മൂവ്മെന്റിനെയും മഹ്സാമിനിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ 2022 ഹിജാബ് പ്രക്ഷോഭത്തെയും സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തിയത് മുജ്തബയുടെ കരങ്ങളാണെന്ന് ആരോപണമുണ്ട്. യാഥാസ്ഥിതികനായ ഇറാനിയൻ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് തെരഞ്ഞെടുക്കപ്പെടുന്ന 2009 കാലയളവിൽ യജമാനന്റെ മകനെന്ന് മുജ്തബ ഖമനേയി പരിഹസിക്കപ്പെട്ടപ്പോൾ യജമാനന്റെ മകനല്ല യജമാനനാണെന്ന് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞതായി പറയപ്പെടുന്നു. മുജ്തബയുടെ ദീർഘകാലത്തെ സൈനിക പരിചയവും IRGCയുടെ ഖുദ്സ് ബാസിദ് സേനകൾക്ക് മേലുള്ള വലിയ സ്വാധീനവും യുദ്ധ സാഹചര്യത്തിൽ ഇറാന് ഗുണകരമാകുമെന്ന് കണക്കാക്കപ്പെടുമ്പോൾ പിതാവിനെ പോലെ യാഥാസ്ഥിതികവാദിയായ മൗലികവാദത്തിൽ ഇരുമ്പുമുഷ്ടി പാലിക്കുന്ന സയ്യിദ് മുജ്തബ ഖമനേയുടെ കീഴിലെ ഇറാന്റെ പുതുയുഗം ജനകീയമായിരിക്കുമോ എന്നതിലും ആശങ്കയുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.